നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് എൽ ക്ലാസിക്കോയാണ്. FC ബാഴ്സലോണ റയൽ മാഡ്രിഡിന്റെ മൈതാനത്ത് പോയിട്ടാണ് റയലിനെ നേരിടുന്നത്. അതായത് സാന്റിയാഗോ ബെർണാബുവിലാണ് പോരാട്ടം. രാത്രി ഇന്ത്യൻ സമയം 12:30 തീ പറക്കുന്ന കളി കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറേ മത്സരങ്ങളിൽ റഫറിങ്ങുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ചാവിയുടെ പ്രതികരണങ്ങൾ അതിനെതിരെ വന്നു. ചാവി പലപ്പോഴും തങ്ങൾക്കെതിരെ റഫറിമാരുടെ തീരുമാനങ്ങൾ വരുന്നു എന്നുള്ളത് തുറന്നു പറഞ്ഞിട്ടുള്ളയാളുമാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ PSG തോറ്റതിന് ശേഷവും അദ്ദേഹം പറഞ്ഞു റഫറിയാണ് കളി നശിപ്പിച്ചത് എന്ന്. ആ റെഡ് കാർഡുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം അത് പറയുന്നത്. ചാവിക്കും റെഡ് കാർഡ് ലഭിച്ചിരുന്നു. എന്നാൽ ഈ കളിക്ക് മുന്നോടിയായിട്ട് റയൽ ബാഴ്സ മത്സരം വരുമ്പോൾ റഫറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാവാറുമുള്ളതാണ്. ഈ ഘട്ടത്തിൽ ചാവിയോട് റഫറിമാരെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, റഫറിമാരെ കുറിച്ച് ഇനി കൂടുതൽ സംസാരിക്കാൻ ഞാനില്ല. ഹോപ്പ്ഫുള്ളി നാളത്തെ മത്സരത്തിൽ, അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയാണ്, നാളത്തെ മത്സരത്തിൽ റഫറിക്ക് തീരുമാനങ്ങളൊക്കെ റൈറ്റായിട്ട് എടുക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതാണ് അദ്ദേഹം ഇപ്പോൾ പറയാനുള്ളൂ. അധികം പറഞ്ഞ് ഇനിയൊരു പ്രശ്നത്തിലേക്ക് ചാടാൻ ചാവിയില്ല എന്നർത്ഥം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കോച്ച് എന്ന രൂപത്തിലുള്ള അവസാനത്തെ എൽ ക്ലാസിക്കോ മത്സരമാവാൻ സാധ്യതയുണ്ട്. അത് നല്ല രൂപത്തിൽ അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുമുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ രൂപത്തിൽ പറയും. പിന്നെ PSG അദ്ദേഹത്തിന് സെൻഡ് ഓഫ് ലഭിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, അത് എൻ്റെ ഫോൾട്ടായിരുന്നു, ഞാൻ കുറച്ചുകൂടി നല്ല രൂപത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമായിരുന്നു. PSG ഞങ്ങൾ ഒരുപാട് മിസ്റ്റേക്ക് വരുത്തി, ഞാനടക്കം മിസ്റ്റേക്ക് വരുത്തി എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ആ മിസ്റ്റേക്ക് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നത്, അത് ആവർത്തിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഇന്നത്തെ കളി അത് നമ്മുടെ പേഴ്സണാലിറ്റി, ഏത് തരത്തിലുള്ള ആളാണ് താനെന്ന് കൃത്യമായിട്ട് കാണിക്കാനുള്ള ഒരു പെർഫെക്റ്റ് സ്റ്റേജാണിത്. നല്ല രൂപത്തിൽ ഗെയിമിന് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഏതായാലും നല്ല രൂപത്തിൽ കളിച്ച് വിജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ ഫസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് എന്നാണ് പറയുന്നത്, ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ മത്സരത്തിൽ എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഹൈ പ്രസിംഗ് ഗെയിമിന് അദ്ദേഹം സാധ്യത കാണുന്നുമുണ്ട്. എന്തായാലും ആ രൂപത്തിലുള്ള ഒരു പെർഫോമൻസിലേക്ക് ബാഴ്സലോണ പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരു കടുത്ത പോരാട്ടത്തിനുള്ള വാതിലുകൾ തുറന്നിടുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.